ഹായ് ഡി, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈവേറ എന്ന് പറഞ്ഞ ഒരു മൈനിങ് ബോട്ടിനെ പറ്റിയാണ്. ഹൈവേറയുടെ പുതിയൊരു അധികം നാളായിട്ടില്ല. ഇത് ഫേസ് 1 ആണ് ഇപ്പോൾ ഇവരുടെ. ഇതിപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് പ്രോസസ്സ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ ടെലഗ്രാമും എക്സും എല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കയറി ചെക്കൗട്ട് ചെയ്യാം. ഇതിനകത്ത് ഇപ്പോൾ ജസ്റ്റ് ബേസിക്കലി ഇപ്പോൾ ഒരു ലൈക്ക് ഓഫ് മൈനിങ് സിസ്റ്റമാണ്. നമ്മളിതിപ്പോൾ കംപ്ലീറ്റ്ലി സ്റ്റാർട്ട് ചെയ്യാൻ പോകണുള്ളൂ. ഇതിൻ്റെ ഇപ്പോൾ ഇതുവരെയുള്ള ഇപ്പോൾ ഈ മെട്രിക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ടോട്ടൽ ഇത്രയും സപ്ലൈ ആണുള്ളത്. ഇപ്പോൾ തന്നെ അതിൻ്റെ ഓൾറെഡി ഒരു അറൗണ്ട് ഒരു 68-70% ഓഫ് സപ്ലൈ ഇപ്പോൾ തന്നെ മൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം നാൾ ഇത് കിട്ടാൻ ചാൻസ് ഇല്ല. ഈ ഫേസ് 1 ഇതിപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് 1 ടോക്കൺസുള്ള ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇത് ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഹയറാണ്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് മൈനിങ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് മൈനിങ് കൊടുത്ത ടെലഗ്രാമിൻ്റെ ഇത് യൂസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ടെലഗ്രാം യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നവർക്കറിയാം, ഇവിടെ സ്റ്റാർസ് ഉണ്ട് നമുക്ക് ടെലഗ്രാമിൽ. ഇപ്പോൾ ഈ ഒരു ഫോമാറ്റിൽ നമ്മൾ അതിൽ പേ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോൺസ് പേ ചെയ്യണം. 0.15 ടോൺ പേ ചെയ്താൽ മാത്രമാണ് നമുക്കത് പോസിബിളായിട്ട് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ടോൺ ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ വാലറ്റിലേക്ക് ടോൺ ആഡ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ മൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ. ബട്ട് ഇത് ചെറിയൊരു എമൗണ്ട് ആണ്, ലെസ് ദാൻ ഒരു 100 റുപ്പീസിന് താഴെയാണ്, $1 ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഈ ടോൺ ലോഡ് ചെയ്യുന്നത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. അതിനകത്ത് പേ യൂസിങ് ടോൺ കൊടുക്കുക. അപ്പോൾ നമ്മുടെ വാലറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ വാലറ്റിൽ 0 ബാലൻസ് ആണുള്ളത്. നമ്മളപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഡെപ്പോസിറ്റ് ചെയ്യാൻ നമ്മുടെ ഇവിടെ QR വരും. ഈ QR കാണിക്കുമ്പോൾ ഈ ടോൺ അഡ്രസ്സിലേക്ക് നമ്മൾ ബൈനാൻസിൽ നിന്ന് എവിടെന്നെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യുക. ഒരു ചെറിയൊരു എമൗണ്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ബൈനാൻസിൽ ചെന്നിട്ട് ടോൺ ലോഡ് ചെയ്തിട്ട് നമ്മൾ വിഡ്രോ കൊടുക്കുക. എന്നിട്ട് സെൻഡ് വേ ക്രിപ്റ്റോ നെറ്റ്വർക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തതിന് ശേഷം ഈ ഒരു QR നമ്മളിവിടെ സ്കാൻ ചെയ്യാം. QR സ്കാൻ ചെയ്തതിന് ശേഷം നമ്മൾ സെൻഡ് ചെയ്യാൻ നോക്കുക. ചെറിയൊരു ഫീ ഇത് പിടിക്കുള്ളൂ, കാര്യമായിട്ടുള്ള ഫീസൊന്നും പിടിക്കില്ല. നമ്മുടെ ഇപ്പോൾ വാലറ്റിലേക്ക് നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്. $2 ലോഡ് ചെയ്തു. അത്ര ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ പോലും നമുക്ക് 0.15 ടൺ മതി ആക്ച്വലി. പിന്നെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഹൈവേറയിലേക്ക് പോവാം. അതിനുശേഷം സ്റ്റാർട്ട് ഏണിങ് കൊടുക്കുക. പേ ടോൺ കൊടുത്തതിന് ശേഷം നമ്മുടെ വാലറ്റിലേക്ക് പോകും. അതിനുശേഷം കൺഫേം കൊടുത്താൽ മതി. ചെറിയൊരു ഫീയും പിടിക്കും അത്രയുള്ള നമ്മുടെ സംഭവം. കൺഫേം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസാക്ഷൻ കൺഫേം ആവും. എന്നിട്ട് ബാക്ക് ടു ഹൈവേറ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ടൈം എടുക്കും. ഹൈവേറ വാണ്ട് ടു കൺഫേം ദ ട്രാൻസാക്ഷൻ. നമ്മുടെ അത് കൺഫേം ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ മൈനിങ് സ്റ്റാർട്ടും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മെട്രിക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര 68.22% ഇപ്പോൾ ടോട്ടൽ മൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഈ ഇത്രയും പോർഷൻ ഇനി മൈൻഡ് ആവാനുള്ളൂ. സോ അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് നമുക്കൊരു ഇതിനുള്ളൊരു ഓപ്ഷൻസ് കിട്ടും. പിന്നെ ഇവിടെ ഏണിംഗ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഞാൻ സ്റ്റോപ്പ് ഏണിംഗ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിവിടെ ഈ ഏണിങ്സ് നമുക്കിവിടെ കാണിക്കും. പിന്നെ ഹൈവേറ പാസ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കാര്യം ഹൈവേറ പാസ്പോർട്ടിൻ്റെ യൂസേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
മേജർലി നമുക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ലോഗിൻ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ വൺസ് നമുക്ക് ഈ പാസ്പോർട്ട് സെറ്റപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഏണിങ്സ് ഒരു പ്രോപ്പർ ചാനൽ വഴിയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഉണ്ടാക്കി ഈ ബോട്ട്സ് യൂസ് ചെയ്തിട്ട് ഏൺ ചെയ്യുന്ന ആ ഒരു സിസ്റ്റം തടയാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഹൈവേറെ പാസ്പോർട്ട് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്, പക്ഷേ വൺസ് ഇപ്പോൾ നമുക്കിപ്പോൾ ഇത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം നമുക്കിപ്പം മൈനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഏണിങ് പ്രോസസ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വൺസ് ഇത് ലിസ്റ്റഡ് ആവുന്ന ടൈമിലേക്ക് നമുക്ക് ഈ ഒരു സംഭവത്തിലേക്ക് വന്നാൽ മതി. ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മൈനിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെട്രിക്സ് ഇവിടെ നോക്കുമ്പോൾ 68 സംതിങ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ കുറച്ച് ടാസ്കുകളുണ്ട്. ഈ പവർ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം, പിന്നെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യണം, എക്സ് ഫോളോ ചെയ്യണം, പിന്നെ അങ്ങനെയുള്ള കുറച്ച് ടാസ്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഡെയിലി ടാസ്ക് ബേസിസിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റാവുന്നത് അധികം ഫണ്ട് യൂസ് ചെയ്യാത്ത ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലാത്തതൊക്കെ ഇഗ്നോർ ചെയ്ത് കളയാം. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് മൈനിങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മൈനിങ് എനിക്ക് ഇവിടെ കാണാൻ പറ്റും. ദെൻ സ്റ്റാർട്ട് ഏണിങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവിടെ മൈൻ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ബാലൻസ് ഇപ്പോൾ 0.272 ആണ് ഇപ്പോൾ ബാലൻസ്. സോ മനസ്സിലായില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ടോൺ വാലറ്റ് ലോഡ് ചെയ്തതിന് ശേഷം അത് ടെലഗ്രാമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വാലറ്റ് ആയിരിക്കും നമ്മുടെ. ഓൾറെഡി ഇപ്പോൾ ടെലഗ്രാമിൻ്റെ ഇവിടെ ഒരു വാലറ്റ് സെഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വാലറ്റാണ് ഇത് ആക്ച്വലി, മനസ്സിലായത്. അപ്പോൾ അതിനകത്ത് ലോഡ് ചെയ്യുന്ന ഫണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ്ലി ഹൈവേറിലേക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മാക്സിമം ഇങ്ങനെയുള്ള ചെറിയ എമൗണ്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇഗ്നോർ ചെയ്യാവുന്ന എമൗണ്ട്സ് ആണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ഇങ്ങനെ ഒരു ടൈപ്പ് ഏണിങ്സ് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാൻ. ബിക്കോസ് നിങ്ങൾ ഹാർഡ്ലി ഏൺ ചെയ്ത മണിയാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ കൊണ്ട് കളയരുത്. എന്നാലും ഇഫ് യു ആർ ഗൈസ് വില്ലിങ് ടു നമുക്ക് ആ ഒരു എമൗണ്ട് ഓഫ് മണി ഡ്രോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്യൂ ഇല്ല, അത് പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു എമൗണ്ട് ഓഫ് മണി ആണെങ്കിൽ നിങ്ങൾക്ക് പുട്ട് ചെയ്ത് ഇങ്ങനെ വാലറ്റിലേക്ക് ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് കാര്യങ്ങളെല്ലാം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.